നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. വിളയുന്ന വിവാദങ്ങൾ. കൃഷിവകുപ്പിൽ IAS ഉന്നതർ തമ്മിലുള്ള വിഴുപ്പലക്കലിൽ താക്കീതുമായി സർക്കാർ. ഏൽപ്പിച്ച ജോലി ചെയ്യാതെ അനാവശ്യ തർക്കങ്ങൾ തുടർന്നാൽ ഇടപെടുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത് വകുപ്പ് ഡയറക്ടർ ബിജു പ്രഭാകരന്റെ IAS വ്യാജമെന്ന് ആക്ഷേപിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി രംഗത്തു വന്നതോടെ. അതേസമയം തന്നെ മനഃപൂർവ്വം വിജിലൻസ് കേസിൽ കുടുക്കാനാണ് മേലധികാരിയുടെ ശ്രമമെന്ന ആരോപണവുമായി ബിജു പ്രഭാകർ. ചട്ടപ്രകാരം ജോലി ചെയ്തിട്ടും കിട്ടുന്നത് ശിക്ഷ മാത്രം. രാജു നാരായണസ്വാമിയുമായുള്ള ശീതസമരത്തിനിടെ ബിജു പ്രഭാകർ ദീർഘാവധിക്ക് അപേക്ഷ നൽകിയത് കഴിഞ്ഞ ദിവസം. അതിനിടെ ബിജു പ്രഭാകറിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പ്രിൻസിപ്പൽ സെക്രട്ടറി. കാർഷിക വികസന പരിപാടിയുടെ ഭാഗമായി എത്തിയ വിദേശ സംഘത്തിന് 1 ലക്ഷം രൂപ നൽകാൻ ആവശ്യപ്പെട്ടത് ചട്ടവിരുദ്ധം. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയ ഡെപ്യൂട്ടി ഡയറക്ടറെ സ്ഥലം മാറ്റിയതായും ആക്ഷേപം. മാണിക്കെതിരെ തെളിവുണ്ട്. ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ തെളിവുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. തുടരന്വേഷണവും ഫോൺ രേഖകളുടെ ഫോറൻസിക് പരിശോധനയും പുരോഗമിക്കുകയാണ്. ബാർ ഉടമകളുടെ പരാതികളിൽ അന്വേഷണം തുടരുന്നതായും കേസിൽ 3 ആഴ്ചത്തെ സാവകാശം വേണമെന്നും വിശദീകരണം. എന്നാൽ ബാർക്കോഴ കേസിലെ മൊഴികളിൽ വൈരുദ്ധ്യം വന്നത് എങ്ങനെയെന്ന് കോടതി. അഴിമതി നിരോധന നിയമം നിലനിൽക്കുമോ എന്ന് പരിശോധിക്കണം. തുടരന്വേഷണത്തിന് തയ്യാറായ സാഹചര്യം ഏതെന്ന് വിശദീകരിക്കാനും KM മാണി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിനിടെ അഞ്ചേരി ബേബി വധക്കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവ് വിചാരണ നടത്താൻ പര്യാപ്തമായ തെളിവുകൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി MM മണി സമർപ്പിച്ച ഹർജിയിൽ. പദ്ധതിയിൽ പുനഃപരിശോധന. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച CAG റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. UDF സർക്കാരിന്റെ കാലത്തെ കരാറിൽ ഗൗരവപൂർവ്വമുള്ള പരിശോധനയ്ക്ക് സംവിധാനം ഏർപ്പെടുത്തുമെന്നും പിണറായി. വിഴിഞ്ഞം കരാർ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയ CAG റിപ്പോർട്ടിലുള്ളത് ഗുരുതര പരാമർശങ്ങൾ. അതേസമയം പദ്ധതിയെക്കുറിച്ചുള്ള വിമർശനം പരിശോധിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടി. അന്തിമ കരാർ ഉറപ്പിച്ച ശേഷം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 40 വർഷത്തെ കാലാവധി നീട്ടി നൽകിയത് ഏകപക്ഷീയമല്ലെന്നും അദാനിയെ വഴിവിട്ട് സഹായിച്ചിട്ടില്ലെന്നും മുൻ മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ CAG റിപ്പോർട്ടിൽ അഴിമതി പരാമർശമില്ലെന്ന് MM ഹസൻ. പദ്ധതിയിൽ അഴിമതിയോ ക്രമക്കേടോ നടന്നുവെന്ന് പറഞ്ഞിട്ടില്ല. 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നടപ്പാക്കാതിരുന്ന പദ്ധതി UDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് ഏറെ വെല്ലുവിളികൾ അതിജീവിച്ചെന്നും KPCC അധ്യക്ഷൻ. ചട്ടലംഘനമെന്ന് ചീഫ് സെക്രട്ടറി. സർവീസിലിരിക്കെ ജേക്കബ് തോമസ് ആത്മകഥ എഴുതിയതിൽ ചട്ടലംഘനമെന്ന് മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 2016 അനുമതി ആവശ്യപ്പെട്ടപ്പോൾ ഉള്ളടക്കം ഹാജരാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടിയുണ്ടായില്ല. 14 ഇടങ്ങളിൽ ചട്ടലംഘനമാകാവുന്ന പരാമർശങ്ങളുണ്ടെന്നും ഇത് പരിശോധിക്കാൻ ഉപസമിതിയെ നിയോഗിക്കണമെന്നും നളിനി നെറ്റോ. യെച്ചൂരിക്കായി ബംഗാൾ ഘടകം. സീതാറാം യെച്ചൂരിയെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി CPM പൊളിറ്റ് ബ്യൂറോയ്ക്ക് ബംഗാൾ ഘടകത്തിന്റെ കത്ത്. യെച്ചൂരിയെ പോലൊരാൾ രാജ്യസഭയിൽ ഉണ്ടാകണം. ഇതിനായി 2 ടേം എന്ന നിബന്ധനയിൽ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഇളവ് നൽകണമെന്നും ആവശ്യം. യെച്ചൂരിയെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോയും. അടുത്ത മാസം ചേരുന്ന PB യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.